ഹേയ് ചാംസ്, അപ്പോൾ നിങ്ങൾ പാർട്ട് 1 കണ്ടു, പാർട്ട് 2 കണ്ടു. പാർട്ട് 1 നമ്മൾ അങ്ങോട്ടുള്ള ജേണി, ട്രെയിൻ യാത്ര, പിന്നെ അവിടെ ചെന്നുള്ള വേയിങ് കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. പാർട്ട് 2 സബ് ജൂനിയർ, ജൂനിയർ കാറ്റഗറി, പിന്നെ യൂത്ത് കാറ്റഗറിയിലെ റൈറ്റും ലെഫ്റ്റും മിക്സ്ഡ് മാച്ചസ് കണ്ടു. പിന്നെ എന്റെ ലെഫ്റ്റ് ഹാൻഡ് മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ പാർട്ടിൽ കാണാനായിട്ട് പോകുന്നത് എന്റെ റൈറ്റ് ഹാൻഡ് മാച്ചുകളാണ്. പിന്നെ വേറെ കുറച്ചൊരു മാച്ചും കൂടെ മിക്സ്ഡ് ആണ്. അപ്പോൾ ലെഫ്റ്റിന് കിട്ടിയതിന് ഞാൻ റൈറ്റ് കംബാക്ക് അടിക്കില്ലെന്ന് കണ്ടിട്ട് വാ. മുഹമ്മദ് സിനാൻ ആൻഡ് രോഹിത്. ഇതിനല്ലല്ലോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നിൽക്കുന്നത്? Table number 1, referee script. Easy, na, easy. Put it. Come on. Who's the big man? Put it. Not back. Next board, Mohsin and Nasik. Mohsin Kollam, Nasik Malappuram. Raman Shiro. First foul. Melvin, first foul. അടിയണ അത്ര Winner 3. Referees Akbar, Badusha. Stop it. Strap match. Adityan and Muhammad Riyas. Table number 3. Senior man 86 kg right hand. Winner name Vishnu. Winner. സതിബേട്ട കിട്ടും വരട്ടെ കിട്ടും സതിബേട്ട കിട്ടും സതിബേട്ട ആടേ കിട്ടും വിടല്ലേ ഓടെ അന്നോട്ടോ പാസ് സ്ലിപ്പാവും ഞാൻ രോഹൻ ചെയ്തേച്ചല്ലേ. Subhash, Suresh and Praveen. Subhash, Suresh and Praveen. Trap match. First ball. Ready go.
Pascal. Krishna Prasad and Subhash Suresh. Krishna Prasad and Subhash Suresh. Muhammad Yasir. Melvin and Muhammad Yasin. രണ്ട് റൗണ്ടിൽ അവന്റെ ആളില്ലാതെ വിൻ ചെയ്തില്ലേ? വിന്നർ നെയിം വിടല്ലേ പിടി. ഇല്ലല്ല വിന്നർ മിഥുൻ PG. കൊണ്ട് കൊണ്ടേ എന്താണ് റിയാക്ഷൻ? പറയൂ, ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അത്രേ ഉള്ളു. ഒന്ന് പോയാൽ അടുത്ത് കിട്ടും. അത്ര റൈറ്റ് ഹാൻഡ് മത്സരം കഴിഞ്ഞ് റൈറ്റ് ഹാൻഡ് ഗോൾഡ് തൂക്കി എന്റെ പൊന്നോ കൈ ചത്ത്. ലെഫ്റ്റിന് ഞാൻ നിങ്ങളുടെ മുമ്പ് എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാലോ, ഓൾറെഡി എന്റെ ലെഫ്റ്റ് ആണെങ്കിൽ ഒരു ഇഞ്ചുറിക്ക് ശേഷം ട്രെയിനിങ് ഒന്നും ഇല്ലാതെ ഷോക്ക് വരുന്നത്. പക്ഷേ ഒരു റീസ്റ്റാർട്ട് എന്നുള്ള രീതിക്ക് ഞാൻ ലെഫ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയതാ. ലെഫ്റ്റിന് ചറവറ കിട്ടി. ലെഫ്റ്റിന് ചറവറ അടി കിട്ടിയ സമയത്ത് കുറേ പേര് അവിടെ നിന്ന് ഇവിടുന്ന് കളിയാക്കലുണ്ടായിരുന്നു. സത്യം പറഞ്ഞ ആ സമയം ലെഫ്റ്റ് വർക്കൗട്ട് ഇല്ലെങ്കിൽ പോലും മൈൻഡ് ചത്ത്. അതിനുശേഷം റൈറ്റ് ഹാൻഡ് എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അത് കൊടുത്ത് ഗോൾഡ് കിട്ടി. എനിക്ക് അത് മതി. വിശന്ന് കണ്ണ് കാണാൻ വയ്യ ഒന്ന് ഫുഡ്. ഇപ്പോൾ എൻ്റെ മാച്ച് നടന്നത് രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്യാൻ നിന്നിട്ട് എൻ്റെ മാച്ച് നടന്നത് 12:30. വിശന്ന് ഊപ്പാട് വരുന്നുണ്ട്. COC ആകുമ്പോൾ ഇനി പോകുന്നതുള്ളൂ. വിശക്കുന്നുണ്ട്, നല്ലതുണ്ട്. COC എന്താവുന്നൊന്നും അറിയത്തില്ല. കൈ ഫുള്ള് നല്ല ചത്തിട്ടുണ്ട്. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് COCക്ക് ഇറങ്ങാം. ഗൈസ്, ഏറ്റവും കൂടുതൽ സന്തോഷം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ പയ്യന്മാരുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ പയ്യന്മാരുണ്ട്. എനിക്ക് അത് മതി. ഓ, ഏറ്റവും വലിയ ബ്ലെസ്സിങ് ഇതാണ്. സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ചെറുക്കന്മാർ എനിക്കുണ്ട്. എനിക്ക് അത് മതി. ഓ, താങ്ക്സ് ടു ഗോഡ്.
ഗോകുലിവിടെ Senior COC first ball Ramachuro versus Advir. Yes, Ramachuro is the winner. Second ball Madhav Nasik versus Raman. What's your name? Yes. Nasik versus Bimal. Bimal. ഒന്നുമില്ലടാ കൈയെടുത്ത അടിക്കടാ ഉത്തരാവില്ലേ അടി champion Bimal Idukki. Okay, thank you. അങ്ങനെ ഗായ്സ് ഇതാണ് നമ്മുടെ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ബിമൽ ഫ്രം ഇടുക്കി. ബിമലേട്ടനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഹീസ് എ മോൺസ്റ്റർ. 12 വർഷത്തെ എക്സ്പീരിയൻസും ആനയുടെ പവറും ആള് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. COC ഇത് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കേസായിരുന്നു. ഓൾറെഡി പ്രഡിക്റ്റബിൾ ആയിരുന്നു. ആശ തന്നെ കൊണ്ടുപോകുന്നു. ഓവറോൾ റണ്ണേഴ്സ് അപ്പ് ഇടുക്കിയും ഓവറോൾ ചാമ്പ്യൻസ് മലപ്പുറമായിരുന്നു. മലപ്പുറത്തിലെ പ്ലെയേഴ്സൊക്കെ നല്ല കിട്ടിലമായിട്ട് അവരാണെങ്കിൽ ഓരോ കാറ്റഗറിയിൽ അവർ മത്സരിച്ചായിരുന്നു. അപ്പോൾ അവർ തന്നെയായിരുന്നു, മലപ്പുറം ടീം തന്നെയായിരുന്നു ഡിസേർവിംഗ് ആയിട്ട് ചാമ്പ്യൻസ് ആവാൻ. തിരിച്ച് ട്രെയിനും കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉണങ്ങായിട്ടേക്കണ തുണി പോലെ കിടക്കുന്നതാണ് നമ്മൾ. ട്രെയിൻ വരുന്നവരെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുക, അത്രയ്ക്ക് ക്ഷീണമായി. ബോയ്സ് അങ്ങനെ ട്രെയിനിൽ കയറി ജസ്റ്റ് ഒന്ന് കിടന്നത് മാത്രം ഓർമ്മ ഉണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ തിരിച്ച് ഇറങ്ങി വർക്കല എത്തി. ഇനി ഇവിടുന്ന് ബസ് കയറി വേണം പോകാൻ. നല്ല ടയർഡെന്ന് വെച്ചാൽ നല്ല ടയർഡായി. കാരണം ഇന്നലെ ഫുഡൊന്നും സമയത്തും കാലത്തും കഴിക്കാൻ പറ്റില്ല. തിരിച്ച് നമ്മൾ ആ വീട്ടിലോട്ട് പോകാനായിട്ട് ഇനി ബസ് കാത്തു നിൽക്കാൻ പോവാണ് ബോയ്സ്. അപ്പോൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഇന്നത്തെ ആ ഒരു 2 ദിവസത്തെ സ്റ്റേറ്റ് മാച്ചിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ സംസാരിച്ചിടുന്നതാണ്. അപ്പോൾ എന്തായാലും നേരെ ഇനി വീട്ടിലോട്ട് പോട്ടെ. അപ്പോൾ മാച്ചസും കാര്യങ്ങളെല്ലാം കണ്ടല്ലോ നിങ്ങൾ. ലെഫ്റ്റ് ഹാൻഡ് മാച്ചിന് എനിക്ക് പോയായിരുന്നു സംഭവം. ഞാൻ മുമ്പ് നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. വർക്കൗട്ടോ കാര്യങ്ങൾ കുറേ നാളുകൊണ്ട് കുറവാണ് ലെഫ്റ്റിന് ഒരു ഇഞ്ചുറിക്ക് ശേഷം. അപ്പോൾ ഒരു കംബാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. 2 അടി കിട്ടിയാലേ വീണ്ടും വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ത്വര കിട്ടും. അങ്ങനെ ലെഫ്റ്റിന് ഇറങ്ങിയതാണ്. റീസ്റ്റാർട്ട് എന്നുള്ള രീതിക്ക് കിട്ടിയതാണ്. അത് നല്ല രീതിക്ക് കിട്ടിയായിരുന്നു അടി. പിന്നെ കുഴപ്പമില്ല. റൈറ്റ് ഹാൻഡിൽ കംബാക്ക് അടിച്ചപ്പോൾ ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഗോൾഡ് അടിക്കാൻ പറ്റി. നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഗോൾഡ് 70 കാറ്റഗറിയിലാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഫൈനൽ വന്നിട്ട് ഫാസിലിൻ്റെ കൂടെ ആയിരുന്നു. ഫാസിലിൻ്റെ കൂടെ ഉള്ള മാച്ച് എന്ന് പറയുമ്പോൾ ഫാസിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. മീൻസ് അത് അവൻ ഇതിന് മുന്നേ എന്നെക്കാട്ടി എക്സ്പീരിയൻസ്ഡ് പ്ലെയറും ആണ്. അവൻ മുമ്പ് പെഫിൽ ഏഷ്യനിലൊക്കെ പോയിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ ഫൈനൽ എത്ര എളുപ്പമായിരുന്നില്ല, ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൻ്റെ കണ്ടീഷൻ ഓൾറെഡി അറിയായിരുന്നു. പിന്നെ റൈറ്റ് ഹാൻഡ് കിട്ടിയപ്പോൾ കുഴപ്പമില്ല. എന്തായാലും നമുക്കിനി നാഷണലിന് റൈറ്റ് ഹാൻഡ് ഉണ്ടല്ലോ. റൈറ്റ് ഹാൻഡിന് പോയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കെല്ലാം മാക്സിമം ട്രൈ ചെയ്യാം. പിന്നെ സന്ദീപ് ഏട്ടൻ്റെ കാര്യം പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്കും ഒരു ഇതായിപ്പോയി. കാരണം സന്ദീപ് ഏട്ടന് മാച്ച് ആവുന്നതിന് 3 ദിവസം മുന്നേ നല്ല രീതിക്ക് പനിയായി. ഹെവി പനിയായിരുന്നു. ആള് വരണ്ടേത് പോലും ആലോചിച്ചിരുന്നതാണ്. പിന്നെ സന്ദീപ് ഏട്ടൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാരണം വന്നതാണ്. നല്ല രീതിക്ക് ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ സെമി ഫൈനൽ ബോട്ട് എത്തുന്നതിന് തൊട്ട് മുന്നത്തെ ബോട്ടിൽ സന്ദീപ് ഏട്ടന് സെക്കൻഡ് ലോസ് കിട്ടി. പക്ഷേ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. കാരണം ഒട്ടും വയ്യാതിരുന്നിട്ടും ഇത്രയും ആ ഒരു ഡെഡിക്കേഷൻ മൈൻഡിലാണെങ്കിൽ പിടിച്ചത് സമ്മതിക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ മൊത്തത്തിലുള്ള കാര്യം പറയുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ പയ്യന്മാർക്കും എല്ലാവർക്കും പുതിയതായിട്ട് കുറച്ച് പയ്യന്മാരുണ്ടായിരുന്നു. ഉള്ളവർക്ക് കുറച്ചവർക്ക് മെഡൽ കിട്ടി, ബ്രൗൺസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മളെ പയ്യന്മാരെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവന്മാരെന്തായാലും വീണ്ടും ഇമ്പ്രൂവ് ആയിട്ട് മുകളിലോട്ട് വരും. എനിക്കും അവന്മാരിൽ വിശ്വാസമുണ്ട്. കാരണം അവന്മാരും ഇങ്ങനത്തെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും അവന്മാരാണെങ്കിൽ അവന്മാരെ കൊണ്ട് പറ്റുന്ന രീതിക്ക് പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവന്മാരെ ലിമിറ്റ്, അതായത് പറ്റുന്ന രീതിക്കെല്ലാം പഠിക്കുന്ന പയ്യന്മാരും കൂടെയാണ്. പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവന്മാർ വർക്കൗട്ട് നല്ല രീതിക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ ഹാർഡ് വർക്കിംഗ് പയ്യന്മാരും കൂടെയാണെന്ന് വെച്ചാൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിക്കെല്ലാം. വെക്കേഷനിലെ വർക്കൗട്ട് മിക്ക പയ്യന്മാർക്കും കുറവായിരുന്നു. കാരണം വീട്ടിലെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കൊണ്ട് അവന്മാർ ജോലി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത്രയും ഹാർഡ് വർക്കുള്ള പയ്യന്മാരാണ്.
അപ്പോൾ അവന്മാരെന്തായാലും കയറി വരും. ഇപ്പൊ സപ്പോസ് ബ്രൗൺസോ അല്ലെങ്കിൽ മെഡലോ കിട്ടാത്ത എന്റെ പയ്യന്മാർ എന്തായാലും അവന്മാർ കയറി വരും. ടൈം ഉണ്ടല്ലോ, നിർത്താൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ ഇനി മിക്കവാറും ഞാൻ അടുത്ത വീഡിയോ വരുന്നതെന്ന് പറയുമ്പോൾ നാഷണലിൽ പോകണോ വേണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടില്ല. കാരണം നാഷണൽ ഉടനെ തന്നെ ഉണ്ട്. ജൂൺ 12, 13, 14 ബാംഗ്ലൂർ വെച്ചിട്ട്. പോണ കേസ് ഞാൻ കൺഫേം ആക്കിയിട്ടില്ല. വരും ദിവസങ്ങളിൽ നമുക്കാണെങ്കിൽ എന്തായാലും നോക്കാം. അപ്പോൾ ബൈ.